നമസ്കാരം, ഋഷിഭക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം പുതുവർഷത്തിലെ തൊഴിൽപരമായിട്ടുള്ള ഓരോ രാശിക്കൂറുകാരുടെയും അവസ്ഥയെ പരിശോധിച്ചു വരികയായിരുന്നു. അതിനു മുമ്പ് ഓരോ നക്ഷത്രക്കാരുടെയും പ്രത്യേകം വീഡിയോകൾ ചെയ്തിരുന്നു. ഓരോ രാശിക്കൂറുകാരുടെയും വിശദമായിട്ടുള്ള ഫലങ്ങളും പറഞ്ഞിരുന്നു. ആ വീഡിയോകളൊക്കെ കണ്ടിട്ടില്ലാത്തവർ കാണുക. ഇപ്പോൾ നമ്മൾ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ മേടക്കൂറ് മുതൽ വൃശ്ചികക്കൂറ് വരെയുള്ള രാശിക്കാരുടെ ഫലത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് അതിന്റെ തുടർച്ചയായിട്ട് നമുക്ക് ധനുക്കൂറുകാരുടെ പുതുവർഷത്തിലെ തൊഴിൽപരമായിട്ടുള്ള അവസ്ഥ പരിശോധിക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. നമുക്ക് ധനുക്കൂറുകാരുടെ പുതുവർഷ തൊഴിൽ ഫലത്തെ ഒന്ന് പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ധനുക്കൂറുകാരെ സംബന്ധിച്ച് വളരെ അപൂർവമായി ലഭിക്കുന്ന വളരെ നല്ല ഒരു വർഷം തന്നെയാണ് എന്ന് തന്നെ പറയാം. 2024 ഒന്നിലധികം അവസരങ്ങൾ ധനുക്കൂറുകാരെ തേടിയെത്തുന്നതാണ്. വിദേശത്തു നിന്നുള്ള ആനുകൂല്യങ്ങളും ഓഫറുകളും ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. കഠിനാധ്വാനം ചെയ്യുന്ന പക്ഷം ഓർമ്മയിൽ നിൽക്കുന്ന രീതിയിൽ വളരെ ഗംഭീരമായിട്ടുള്ള അനുകൂലമായിട്ടുള്ള ഫലത്തെ ലഭിക്കും. അനുകൂലമായിട്ടുള്ള സ്ഥലത്തേക്ക് സ്ഥലമാറ്റമൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അതൊക്കെ ലഭിക്കുന്നതാണ്. തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളിൽ അനുകൂല ഭാഗ്യമുണ്ടാകുന്നതാണ്. അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങൾ, പ്രത്യേകിച്ച് ഉന്നതസ്ഥാനീയരായിട്ടുള്ളവരുടെ സഹായ സഹകരണങ്ങൾ മൂലം തൊഴിലിൽ നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ആവശ്യമായ സമയത്ത് മറ്റുള്ളവരുടെ മേലുദ്യോഗസ്ഥരുടെയൊക്കെ സഹായ സഹകരണങ്ങൾ ലഭിക്കുക മൂലം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. സമൂഹത്തിൽ വിലയും നിലയും ഒക്കെ വർദ്ധിക്കുന്നതാണ്. അതിനു വേണ്ടിയിട്ട് അധികം ധനമോ സമയമോ ഒക്കെ അനാവശ്യമായി ചെലവഴിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ്. അല്ലാതെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിജയിപ്പിക്കാൻ സാധിക്കും. 2024 ധനുക്കൂറുകാരെ സംബന്ധിച്ച് തൊഴിൽ മേഖലയിൽ ആസ്വദിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്ന വർഷമാണ് എന്ന് തന്നെ പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും ഈ അറിവ് നൽകുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് മകരക്കൂറുകാരുടെ പുതുവർഷത്തിലെ തൊഴിൽപരമായിട്ടുള്ള ഫലങ്ങളെ പരിശോധിച്ചുകൊണ്ട് കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.